പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നാടകങ്ങളെയും സംഭവവികാസങ്ങളെയും ഏറ്റവും ഉറ്റുനോക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി എന്ന പാർട്ടിയാണ്. തൃണമൂലിന്റെ വിഷയങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസും CPM-ഉം ഒക്കെ അഭിപ്രായം പറയാറുണ്ട്. എങ്കിലും ഇവിടുത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികൾ ഏറ്റവും ശക്തമായി നിരീക്ഷിക്കുന്നത് BJP തന്നെയാണ്. ബംഗാളിൽ ഭരണം പിടിച്ച ശേഷം ആണ് ഈ ഒരു പ്രതിസന്ധി തൃണമൂൽ കോൺഗ്രസിൽ ഉണ്ടായത്. അഭിഷേക് ബാനർജി, മമതാ ബാനർജി, ഋതബ്രത ബാനർജി തുടങ്ങിയ ആളുകളാണ് ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത്. ഋതബ്രത ബാനർജി പണ്ട് CPM-ലായിരുന്നു. അദ്ദേഹം വില കൂടിയ ഒരു വാച്ച് കെട്ടിയതിന് പിന്നാലെയാണ് CPM അദ്ദേഹത്തെ പുറത്താക്കിയത്. തുടർന്ന് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ എത്തുകയായിരുന്നു. പിന്നീടിപ്പോൾ തൃണമൂൽ ഇദ്ദേഹത്തെ പുറത്താക്കിയതായി അറിയുന്നു. എന്തൊക്കെ വന്നാലും പ്രതിപക്ഷ നേതാവായി ഋതബ്രതയെ തന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറിയാണ് തൃണമൂലിൽ ഉണ്ടായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തന്നെ ഏതാണ്ട് അവസാനിച്ച മട്ടാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു. ഈ ഒരു അവസരത്തിലാണ് BJP ബംഗാളിലേക്ക് ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൽ ഉടലെടുത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ BJP നിരീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ വിമത MLA-മാരെ BJP-യിലേക്ക് ഇപ്പോൾ ക്ഷണിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. MLA-മാരുമായി ധാരണയിൽ മുന്നോട്ട് പോകാനാണ് BJP-യുടെ തീരുമാനം. അതേസമയം തൃണമൂൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലും വൈകാതെ പിളർപ്പിന് സാധ്യതയുണ്ട്. പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായിട്ടായിരിക്കും MP-മാർ ഇനി ഇരിക്കുക. അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചേക്കും. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ച് തൃണമൂൽ പുറത്താക്കിയ ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ രജീന്ദ്ര ബോസ് അംഗീകരിച്ചു. 60 MLA-മാരുടെ പിന്തുണ, ആദ്യം അത് 59 ആയിരുന്നു, പിന്നീട് 60 MLA-മാരുടെ പിന്തുണയാണ് ഋതബ്രതയ്ക്ക് കിട്ടിയത്. ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ അംഗീകരിച്ചു. സഭയിൽ പ്രതിപക്ഷ നേതാവിനുള്ള മുറിയുടെ താക്കോലും സ്പീക്കർ ഋതബ്രത ബാനർജിക്ക് കൈമാറി. ഇതോടുകൂടിയാണ് തൃണമൂലിൽ സമ്പൂർണ്ണ പൊട്ടിത്തെറി സാധ്യമായത്. സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ടതിന് പുറമെ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത പ്രതിസന്ധി തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിക്ക് കടുത്ത പ്രഹരമാണ് നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേനയിൽ ഉണ്ടായ പിളർപ്പിന് സമാനമായ സാഹചര്യമാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേരിടുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും ഇത് വലിയ രാഷ്ട്രീയ പ്രതിഭാസങ്ങൾക്ക്, പ്രത്യേകിച്ചും ബംഗാളിൽ, ഡൽഹിയിലൊക്കെ തന്നെ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്ന തരത്തിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പോൾ തൃണമൂലിൽ ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ BJP അത് നോക്കിയിരിക്കുകയാണ്. അത് നിരീക്ഷിച്ച് ബാക്കി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനാണ് BJP-യുടെ തീരുമാനം എന്നാണ് സൂചനകൾ.